അർജുന്റെ വീട്ടിൽ നിന്ന് ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ഈ ഒരു അവസരത്തിൽ കൃത്യമായി തന്നെ നമ്മൾ അവരുടെ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ഒരു വൈകാരികത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അർജുന്റെ കുടുംബത്തിന്റെ. കാരണം എത്രയോ ദിവസത്തെ കാത്തിരിപ്പാണ്. അർജുൻ എന്ത് സംഭവിച്ചു, എങ്ങനെയാണെങ്കിലും ശരി ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും ശരി അർജുൻ എവിടെയുണ്ട്, ഏത് അവസ്ഥയാണ് അർജുൻ ഇപ്പോൾ, അല്ലെങ്കിൽ അർജുന്റെ അവസ്ഥ എന്തായി മാറി എന്നതിനൊരു ഉത്തരം വേണം എന്ന് അർജുന്റെ കുടുംബം ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ആ ഒരു ചോദ്യത്തിന് ഏതാണ്ട് അവിടെ നിന്ന് ഉത്തരം ലഭിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നമുക്കറിയാം അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. കുടുംബത്തിന്റെ ആ ഒരു വൈകാരികത അല്ലെങ്കിൽ ആ മനുഷ്യത്വം നമ്മൾ എപ്പോഴും പരിഗണിക്കേണ്ട ഒരു അവസരമുണ്ട്. അത്തരം മനുഷ്യത്വം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ജനം TV ഇത്രയും നേരം ആ ദൃശ്യങ്ങളും വിവരങ്ങളും എല്ലാം പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. അർജുന്റെ കുടുംബത്തിന്റെ ആ ഒരു വൈകാരികത അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജനം TV ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. കൃത്യമായ വിവരങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ജനം TV സംഘമുണ്ട്. എങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണിക്കേണ്ടത് അർജുന്റെ കുടുംബത്തെയാണെന്ന് പറയേണ്ടി വരും. ആനന്ദ്, ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ടോ, മറ്റു വിശദാംശങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ കുടുംബത്തിന്റെ സ്വകാര്യതയ്ക്ക് മാനം കൊടുക്കേണ്ട, വില കൽപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ആരും അത്തരത്തിലേക്ക് അതിനകത്തേക്ക് കയറാനോ അവരുമായിട്ട് അവരുടെ സമ്മതപ്രകാരമില്ലാതെ സംസാരിക്കാനോ തയ്യാറല്ല. അതിന് കുടുംബത്തോട് ആദ്യം സംസാരിച്ചപ്പോൾ കുടുംബം അറിയിച്ചത് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷേ യാഥാർത്ഥ്യത്തെ തങ്ങൾ ഉൾക്കൊണ്ട് എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാഥാർത്ഥ്യത്തെ അവർ അംഗീകരിച്ചിരിക്കുന്നു. അവരുടെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു, എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. കാരണം ട്രക്ക് ഗംഗാവലി പുഴയിൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വന്നിരിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് കണ്ടെത്തിയ മൃതദേഹം ആരുടേതാണെന്നാണ് അറിയേണ്ടത്. അത് തീർച്ചയായിട്ടും വരും മണിക്കൂറുകൾ മാത്രമാണ് നമുക്കതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം അല്ലെങ്കിൽ ശരിയായ വിവരം അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 70 ദിവസങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പിന്, ഒരു നാടിന്റെ കാത്തിരിപ്പിന്, ഒരു വീടിന്റെ കാത്തിരിപ്പിന്, അതിനെ സ്നേഹിക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു കാത്തിരിപ്പിനുള്ള ഉത്തരം കിട്ടിയിരിക്കുന്നു. ഈ ഒരു യജ്ഞം അല്ലെങ്കിൽ ഈ ഒരു തെരച്ചിൽ ആരംഭിച്ച തുടക്കം മുതൽ തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോട് കൂടെ നിന്ന ഓരോരുത്തരെയും നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ആദ്യ 2 ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ കുടുംബം കർണാടകയിലെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളോട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടായിരുന്നില്ല അവിടുത്തെ പോലീസിന്റെയും മറ്റു ഭാരവാഹികളുടെയും ഭാഗത്തുണ്ടാവുന്നത്. തുടർന്നാണ് കുടുംബം മാധ്യമങ്ങളെ ഈ വിഷയം അറിയിക്കുന്നതും മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുകയും തുടർന്ന് ഈ വിഷയത്തിൽ ആ സമ്മർദ്ദം കേരളത്തിലെ സംസ്ഥാന സർക്കാരിനും ഈ ഒരു സമ്മർദ്ദം സ്റ്റേറ്റ് കൃത്യമായി കർണാടകയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന കാഴ്ചയുണ്ടാവുന്നു. അവിടെ നിന്നാണ് ഈ തിരച്ചിലിന്റെ ഒരു വേഗത കൈവരിക്കുന്നത്. നമ്മൾ കണ്ടു ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് അടങ്ങുന്ന ഒരു സംഘം, പ്രാദേശികമായിട്ടുള്ള തിരച്ചിൽ അടങ്ങുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സംഘം, പോലീസ്, കർണാടക പോലീസ് അടങ്ങുന്ന ആളുകളാണ് ആദ്യം തിരച്ചിൽ നടത്തിയിരുന്നത്. പക്ഷേ ആദ്യം തിരച്ചിൽ 2 ദിവസം, അതായത് 2 ദിവസത്തിന് ശേഷം നടത്തിയ തിരച്ചിൽ അർജുന്റെ ലോറി ആ മണ്ണിനടിയിൽ തന്നെ, അതായത് ഈ റോഡിനോട് ചേർന്ന മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു. അതിൽ പല ആളുകളുടെയും അഭിപ്രായത്തിനനുസരിച്ചും തന്നെയാണ് കർണാടക അത്തരത്തിലൊരു നീക്കം നടത്തിയത്. പക്ഷേ ആ തിരച്ചിലെല്ലാം വിഫലമാവുന്ന ഒരു കാഴ്ച കണ്ടത്. തുടർന്ന് തിരച്ചിൽ പുഴയിലേക്ക് മാറ്റുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നു. തിരച്ചിലെ 2ാം ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് ഈ മണ്ണ് മുഴുവൻ ഈ കരയിൽ നിന്ന് മാറ്റുന്നതോട് കൂടി തന്നെ ഈ സൈന്യം ഈ തിരച്ചിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. തീർച്ചയായിട്ടും കുടുംബം ആവശ്യപ്പെടുന്നു. കുടുംബം കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കുന്നു. നരേന്ദ്രമോദിക്ക് ഇമെയിൽ അടക്കം അയച്ചുകൊണ്ട് സൈന്യത്തിന് ഇടപെടൽ കുടുംബം ആവശ്യപ്പെടുന്നു. തുടർന്നാണ് സൈന്യം ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഈ സൈന്യം ഇടപെടുന്നതോടുകൂടി തന്നെ ഈ വിഷയത്തിന്റെ പൂർണ്ണ നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുന്ന കാഴ്ച, അത് കരസേനയാവട്ടെ നാവികസേനയാവട്ടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ കൃത്യമായി നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്യാധുനികമായിട്ടുള്ള ഉപകരണം വന്നുകൊണ്ട് പുഴയിൽ ഈ ഒരു ലോറിയുടെ സ്ഥാനം നിർണ്ണയിക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നിരന്തരം നമ്മൾ കണ്ടത്. അതിൽ തന്നെ ഇത് ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ പക്ഷേ ഈ ലൊക്കേറ്റ് ചെയ്ത ചില സ്ഥലങ്ങളിൽ നിന്ന് പാളിച്ചകൾ പറ്റിയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മൊബൈൽ ടവറുകളെല്ലാം ഈ പുഴയിലേക്ക് വീഴുന്ന കാരണം തന്നെ ഈ ലോഹഭാഗങ്ങൾ ചിതറി കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോറിയുടെ ഭാഗം ഏതാണ് അല്ലെങ്കിൽ ഇരുമ്പ് മറ്റ് ടവറുകളുടെ ഭാഗം ഏതാണെന്ന് കൃത്യമായി തിട്ടപ്പെടുത്താനാവാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മറികടക്കുന്നത് അതിനേക്കാൾ അത്യാധുനികമായിട്ടുള്ള അത്തരത്തിലുള്ള സോളാർ റഡാർ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് കൂടിയാണ്. പിന്നീട് ഏതാണ്ട് മേജർ ഇന്ദ്രപാലിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു. ആ ഒരു ഇടപെടൽ ഉണ്ടായതിനു ശേഷം ഇതിൽ 4 പോയിന്റുകൾ പ്രധാനമായും മാർക്ക് ചെയ്യപ്പെടുന്നു. കോൺടാക്ട് പോയിന്റ് 1, അതായത് CP1, CP2, CP3, CP4 എന്ന് പറയുന്ന 4 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ തിരച്ചിൽ മുന്നോട്ട് പോകുന്നു. മേജർ ഇന്ദ്രപാലത്തിൽ ഒരു സംഘം എത്തുന്നു. ഈ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുഴയിലെ കുത്തൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പുഴയുടെ കുത്തൊഴുക്ക് എന്ന് പറയുന്നത് 6 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തിരച്ചിൽ താരതമ്യേന അസംഭവമാവുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു.
നേവി ഡ്രൈവർമാരെന്നല്ല മത്സ്യസദ്യമായിട്ടുള്ള ആർക്കും ആ ഒരു വേഗതയിൽ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ട് തിരച്ചിൽ നടത്താൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ഈശ്വർ മാൽപേ എന്ന് പറയുന്ന ഒരു മുങ്ങൽ വിദഗ്ധൻ നിരവധി ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഈശ്വർ മാൽപയുടെ ഒരു വരവ്. തീർച്ചയായിട്ടും ഈശ്വർ മാൽപേ ഒരു ദൈവദൂതനെ പോലെ തന്നെയാണ്. കുടുംബവും ആ ഒരു രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെല്ലാം അത്തരത്തിൽ ഈശ്വർ മാൽപയുടെ വരവിനെ സ്വാഗതം ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ അനുമതി ലഭിച്ചില്ലെങ്കിലും പിന്നീട് ഈശ്വർ മാൽപേക്ക് പുഴയിലിറങ്ങാനുള്ള ഒരു അനുമതി കൊടുക്കുന്നു. ഈശ്വർ മാൽപേയും സംഘവും പുഴയിലിറങ്ങുന്നു. പക്ഷേ ഈ സൈന്യത്തിന്റെ കാൽക്കുലേഷൻ കൃത്യമാവുന്നു. കാരണം ഈശ്വർ മാൽപേക്ക് മുങ്ങിക്കൊണ്ട് തെരച്ചിൽ നടത്താൻ സാധിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒഴുക്ക് തന്നെയാണ്. നേവി വളരെ സാഹസികമായി ഈശ്വർ മാൽപേ വടം മുട്ടി പുഴയിലേക്ക് ഒഴുകിപ്പോയ ഈശ്വർ മാൽപേ രക്ഷിച്ച് തിരികെ വീട്ടിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും മലയാളികളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം കാലാവസ്ഥ വളരെ പ്രതികൂലമായി തോന്നുന്നുകൊണ്ട് തന്നെ തിരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഈ ഷിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഗംഗാവലി പുഴയെ സംബന്ധിച്ചിടത്തോളം ശരി, അത് തന്നെയാണ്. ഗംഗാവലി പുഴയിൽ ആ ചോദ്യത്തിന് ഉത്തരം ആയിരിക്കുകയാണ് ചിത്രം പൂർണ്ണമായി എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരും. അർജുന്റെ ലോറി അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ലോറിക്കുള്ളിൽ ക്യാബിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മൃതദേഹം DNA പരിശോധനകൾക്കായി അവിടെ നിന്ന് മാറ്റുകയാണ്. DNA പരിശോധനാ ഫലം 5 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് കാർവാർ MLA പറയുന്ന ഒരു സാഹചര്യം.